ഞങ്ങള് ക്ലാസ്സിൽ കയറിക്കോട്ടെ. എന്താണ് നിങ്ങൾ രണ്ടാളൊന്ന് ക്ലാസ്സിൽ വരാൻ നേരം വൈകി? അത് സാറേ, ഞാൻ ദുബായ് വരെ പോണത് സ്വപ്നം കണ്ടപ്പോ നീച്ചാൻ വൈകി. അപ്പൊ നിനക്കെന്താടാ? ഓന് എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോയതാ സാറേ. ഹലോ ഹലോ. എന്ത് മധുരമായ ശബ്ദം. വാട്ട് എ സ്വീറ്റ് നോയ്സ്. ഓ, മിസ്റ്റർ കേരളയാണല്ലേ? മിസ്റ്റർ കേരള അല്ല, പക്ഷെ നല്ല ബോഡി ബ്യൂട്ടി ഉള്ള ഒരാളാണ്. ബേസിക്കലി ഞാനൊരു ലവറാണ്. ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം. ചാരിത്രം പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെ. കല്യാണം കഴിക്കണ്ടെന്ന് തോന്നിപ്പോണേന്ന്. എന്തൊരു സന്തോഷമായിരുന്നു അറിയാം. എനിക്കൊരു 10-26 വയസ്സ് വരെ കൂട്ടുകാരായിട്ട് കൂടാ, സിനിമക്ക് പോകാ, പാട്ട് പാടാ, എപ്പ വന്നി എപ്പ പോണെന്ന് ഒരാളോടും പറയണ്ട. ഇതിങ്ങാട് കഴിഞ്ഞ പിന്നെ എന്റെ കനക 6 മണിയാകുമ്പോ വിളിക്കും. എവിടെ അങ്ങാട് പോയാ ഇങ്ങാട് പോയാ. സാർ, ഞാനൊരു 3 വർഷം കോട്ടയം KSRTC ജോലി നോക്കി. പിന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഒരു 2 വർഷം ജോലി നോക്കിയിരുന്നു. ഇപ്പം ഒരു 2-2.5 വർഷം നമ്മളെ കോഴിക്കോട് ജില്ലാ സബ് കളക്ടറായി ജോലി നോക്കിയിരുന്നു. ആണോ? അപ്പൊ ഉദ്ദേശിച്ച പോലെ ആള് ഭയങ്കര ഗംഭീരനാണ്. ഒരുപാട് തസ്തികകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല സാർ, ജോലി നോക്കിയിരുന്നു, പക്ഷെ കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്റെ വിദ്യാഭ്യാസം വെച്ച ജോലിയാണ് ഇപ്പം ബിസിനസ് ചെയ്തത് സാർ. ഓ, എന്ത് ബിസിനസ് ആണ്? കപ്പലണ്ടി കച്ചവടം. മുറ്റത്തെ മുല്ലയ്ക്ക് വെള്ളം ഒഴിക്കണം. നാടോടുമ്പോ നാട്ടുകാരും ഓടും. വെളുക്കാൻ തേച്ചത് കഴുകാൻ മറക്കരുത്. പടത്തിന് മീതെ റബ്ബർ ബാൻഡ് ഇടണം. അപ്പൊ മൂക്കിലെ രാജ്യത്ത് ജലദോഷം തുമ്മലും ഉണ്ടാവില്ല. അറിയാത്ത പിള്ളയ്ക്ക് ട്യൂഷൻ കൊടുക്കണം. ആന കൊടുത്താലും പാപ്പാനെ കൊടുക്കരുത്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഉമ്മയുടെ ചേട്ടനാണ്. ഉപ്പ് തിന്നവൻ പഞ്ചസാര കാണാത്തതുകൊണ്ടായിരിക്കും. എല്ല് മുറിയെ പണിയെടുത്താൽ കറക്റ്റ് ആയിട്ട് ആശുപത്രി ചെന്ന് കിടക്കാം. എലിയെ കൊല്ലാൻ പൂച്ചയെ വളർത്തണം. ഒരുമയുണ്ടെങ്കിൽ ബിവറേജിലും ചെന്ന് ക്യൂ നിൽക്കാം. കാക്ക കുളിച്ചാൽ തണുത്ത് വിറയ്ക്കും. കണ്ട തെണ്ടികളോടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ പെങ്ങളെ പെണ്ണ് ചോദിക്കാൻ നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എന്താ, പ്രാന്തന്മാർക്ക് മാത്രമേ പെങ്ങളെ കൊടുക്കോളുന്നുണ്ടോ? അന്വേഷിച്ചു വന്നിരിക്കുന്ന ഒരു മാന്യൻ. എടാ, നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളേ? നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം. എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ തേങ്ങ വീണു. അവളെല്ലാം മറന്നുപോയി, സ്വന്തം കാമുകനെ പോലും. പിന്നെയാ ഇത്. അത് ബസ് പറഞ്ഞപ്പോ അതിനകത്തുണ്ടായിരുന്ന പെണ്ണല്ലേ എല്ലാം മറന്നുപോയത്. അതൊക്കെ സിനിമയിൽ ഇന്നലെ. ഇത് തേങ്ങ വീണിട്ടാ. അവളെ കാമുകനെ മറന്നിട്ട് വേറൊരുത്തനെ കല്യാണം കഴിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് അവളുടെ തലയിൽ ഒരു വെള്ളക്കാ വീണു. അപ്പോൾ അവൾക്ക് കാമുകനെ ഓർമ്മ വന്നു. അവൾ അവന്റെ കൂടെ കുളിച്ചോടി. ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം. ജിംനേഷ്യം അല്ല. അമ്മാവ് പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവരെ എല്ലാം പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി. ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ? എന്നാ നീ ഇവിടെ നിൽക്ക്. ഏയ്, അയ്യോ അത് വേണ്ട. എന്താ? എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം മുതലാളി സഹിച്ചോളാം. മുതലാളി ഇല്ലെങ്കിൽ വേണ്ട, പെണ്ണ് കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട. പെണ്ണ് കെട്ടിയിട്ടല്ലോ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നും നാട് ഭരിക്കണേ. ഇനി ഞാൻ അങ്ങനെ പെര നിറഞ്ഞ് നിന്ന് പോവാണെങ്കിൽ അങ്ങനെ പോട്ടെ. അങ്ങനെ പോവോ? നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്. നീ എന്റെ റൂംമേറ്റാ, മുതലാളിയല്ല. അതാ ഞാനും പറഞ്ഞത്, റൂംമേറ്റാ, മുതലാളിയല്ല. കയറി ഭരിക്കരുത്. അരി കഴുകുക, അരി കഴുകുക. ആണോ നീ? അരി കഴുകാൻ കഴുകടാ അരി.